ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ? ചക്കരെ ഞങ്ങൾക്ക് സുഖമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ചക്കരക്കൊക്കെ പിന്നെ ചക്കരയ്ക്ക് സുഖമാണോ? ചക്കരെ നല്ല സുഖ, മൂക്ക് ചീറ്റിട്ട് നടക്കുന്നത്, ജലദോഷവും പിടിച്ചിട്ട്. ഞാൻ സംസാരിക്ക്, എന്തേലും സംസാരിക്ക്. കേട്ടില്ലേ? ശബ്ദമൊക്കെ പോയി, ശബ്ദമൊക്കെ കുറഞ്ഞൊരു ശബ്ദം പോയി, ജലദോഷം പിടിച്ചിരിക്കുകയാണ്. ഇതാണ് മലയാളികളുടെ പ്രത്യേകത. എത്ര വയ്യാതിരുന്നാലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും സുഖമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെ പറയും. കൃത്യമായിട്ടൊരു വാക്ക് ഉത്തരം പറയില്ല. ടപ്പ് ടപ്പ്. പക്ഷെ മറ്റുള്ള രാജ്യക്കാർ അങ്ങനെയല്ല, കറക്റ്റ് ഉത്തരം തരും. നമ്മളെ ആൾക്കാരാണ്, മലയാളികളാണ് ഇങ്ങനെ പറയണത്. എന്താ ഇതൊക്കെ ഇതാരാ ഇതിനും ജലദോഷമാണ് ഗൈസ്, എൻ്റെ കുഞ്ഞിനും ജലദോഷമാണ് ഗൈസ്. മിഠായി മിഠായി മിഠായി. കരച്ചിലെന്നെ എന്തിനാ കരയണത്? വെച്ചോ, ഇപ്പൊ താഴെ ഇറങ്ങി പോണം. ഓക്കെ, അപ്പൊ അടുത്ത ആള് എത്തിയിട്ടുണ്ട്. ഇത് ചെസ്റ്റ് നമ്പർ 2 എടുക്ക്, ചെസ്റ്റ് നമ്പർ 2 എടുക്ക്, ഈ 2 അങ്ങ് എടുക്ക്. ചെസ്റ്റ് നമ്പർ 2 പിന്നെ ഇങ്ങനെ ഓരോ സമയത്ത് എന്താ കൊതു, രക്ഷയില്ലാത്ത കൊതു ഗൈസ്. നിങ്ങള് കൊതുവിനെ വളർത്തവിടെ? ദേവേത് ഇന്റെ അടുത്ത് എടുക്കാൻ നിക്കണ്ട കേട്ടോ, ആകെ കുറച്ച് ചോരയുള്ളത്, അതുകൊണ്ടപ്പോ ജീവിച്ചു പോണത്. അധികമുള്ളവരെന്ന് കൊണ്ടുപോയിക്കോളിയും കൊതുകെ, നമ്മളെല്ലാം എടുക്കല്ലേ, നമ്മളെല്ലാം ആകെ കുറച്ച് ചോരയുള്ളൂ. എന്താ മൂക്കി കൂടെ ബാക്കി? അപ്പോ ഇവിടെ പിന്നെ ഇവര് നൗഫലും സിനും കുട്ടികളൊന്നുമില്ല, അവരൊക്കെ അവിടെ അരീക്കോട്ട് പോയിരിക്കുകയാണ്. അവർക്ക് എന്തോ ഒരു കല്യാണ പരിപാടി, ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്നലെ പോയതാണ് അല്ലേ? ഇന്നലെ സിനുവിൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സിനുവിൻ്റെ ഉപ്പായും ഉമ്മായും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ തിരിച്ച് അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരിനി വരുള്ളൂ അല്ലേ ചക്കരെ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒന്ന് പുറത്തൂടെയൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നതുള്ളൂ. കുട്ടിക്ക് പാമ്പേഴ്സ് കാര്യങ്ങൾ വാങ്ങണ്ടായിരുന്നു അല്ലേ? അതെവിടെ കൊണ്ടുവച്ചില്ലേ? കാരണം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പേഴ്സ്. അപ്പോൾ പണ്ടൊക്കെ എന്തായിരുന്നു? കോണാൻ കിട്ടേ എന്താ ശരിയല്ലേ ഇപ്പൊ പറഞ്ഞു? നാളെ മുതല് കാക്കൂന്റെ പിന്നാലെ എന്ത് ഒന്നുകൂടാതെ എന്ത് ഫോണൊക്കെ കെട്ടാന്ന് ഉദ്ദേശം. മനസ്സിലായില്ല. അല്ല, ഇങ്ങനെ ഒന്നുകൂടാതെ ഞാൻ കുട്ടീനെ നോക്കി, എനിക്കറിയാം എങ്ങനെയാ നോക്കണ്ടെന്ന് എനിക്കറിയാം. ഇതേ കറ കൃത്യമായി പറയാണെങ്കിൽ അപ്പിട്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാത്തോണ്ട് കാക്കൊന്ന് കഴുകി കൊടുക്കുന്നത്. എന്ത് എന്നെ ഞാൻ കഴുകി കൊടുക്കാറുണ്ടല്ലോ. എന്താണ് പിന്നെന്താ? കുട്ടി മക്കളെ നോക്കുക എന്നുള്ളത് അതായത് പെണ്ണുങ്ങളുടെ മാത്രം ജോലിയല്ല, ആണുങ്ങളും കൂടി ജോലിയാണ് അല്ലേ? ആര്? അതിന്റെ ആവശ്യമില്ല. ഇസ്ലാമിൽ അതന്നെ പറഞ്ഞേക്കണത്. പിന്നെ എന്താണ് ഭാര്യ ഭർത്ത ബന്ധം? പാത്രം മോറും ചോറൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്നപ്പോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തിനപ്പൊ ചെയ്യണ്ട്? അവിടെ സഹായം ചെയ്യാ. അതല്ല, സാഹചര്യം എങ്ങനെയാണോ പോണത് അതനുസരിച്ച് നമ്മൾ ജീവിക്കാനുള്ളത്, മനസ്സിലായില്ലേ? എന്ന് എഴുതിയിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഉമ്രക്ക് പോയി, ഇവിടെ ആരുണ്ടാക്കിയപ്പോ എന്താ അതിന്റെ കഥ? എന്താ പെറ്റടക്കണ പെണ്ണ്, വേറൊരാള് ഫുൾ ഗർഭിണി, രണ്ടാമത്തെ വേറെ, പിന്നെ അത് പോരാണ്ട് ഒരു കൈക്കുട്ടി. ഇവര് അളിയനും രാവിലെ നീച്ച അങ്ങോട്ട് പോവും. എവിടെ? അന്നിവിടെ വാപ്പുണ്ടല്ലോ. അതന്നെ ആകെ ഉണ്ടായിരുന്ന വാപ്പേ ഉള്ളൂ. ഭക്ഷണം നിങ്ങൾക്ക് സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി തന്നോ? ഞാനും വാപ്പ നൗഫലും ചേർന്നിട്ട് ഉണ്ടാക്കി തന്നോ? എങ്ങനെ ആരൊക്കെ? എന്താ അന്നത്തെ വ്ലോഗ് എടുത്ത് നോക്ക്. അന്നത്തെ വ്ലോഗ് എടുത്ത് നോക്ക് നിങ്ങള്, അപ്പൊ കാണാം. കഴിഞ്ഞിട്ടാണ് ഇവര് പിന്നെ അടുക്കള കയറാൻ തുടങ്ങിയത്.
വെറുതെ അതില് ഞാനാണ് ഉത്തരവാദി. അതൊരു ഞാൻ ഉപ്പാണ് വാപ്പനോട് ചോദിച്ചു ഇതാണ് ഉപ്പ് ചക്കര, അതന്നെ ഉപ്പ് ഇട്ടോ. അടുക്കള കയറാത്ത ചക്കരക്ക് എന്ത് ഉപ്പ് എന്ത് സോഡാപ്പൊടി എന്ത് അതന്നെ അവിടെ അത്ര നേരം ഉണ്ടായിരുന്നോണ്ട്. അതൊക്കെ പോട്ടെ ഞങ്ങൾ എന്നിട്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പേരി ചോറ് ഇതൊക്കെ നിങ്ങളപ്പോ ഉണ്ടാക്കണ്ടാന്ന്. ഞങ്ങൾ ഉണ്ടാക്കിയതാ, ഞങ്ങൾ ചെയ്തതാ ഞങ്ങൾ പറഞ്ഞത്. എന്ത് ചെയ്യാത്തത്? പിന്നെ ഇവിടെ പ്രശ്നം തുടങ്ങി. ഇവിടെ ഞങ്ങക്ക് പ്രാന്തായി, എനിക്കും ബാബിക്കൊക്കെ. കാരണം മാപ്പിളമാരെ കൊണ്ട് ചീക്കണ പോലെയല്ല അമ്മൂസാക്കാനെ കൊണ്ട് അമ്മൂസാക്കാനെ കൊണ്ട് ചെയ്യിക്കണല്ലോ. പിന്നെ വാപ്പൊക്കെ ഇതിന് കൂടണതല്ലേ. അതെ, ഞങ്ങൾക്ക് അപ്പൊ അതൊരു ഇടങ്ങാറാവാണ്. നിങ്ങള് മാപ്പിളാര് പോവുക, അമ്മൂസാക്ക് അത് ചെയ്തു തരിക. അപ്പൊ ഞങ്ങൾക്ക് ഇത് പിന്നെ എനിക്ക് അമ്മൂസാക്ക് ഞങ്ങള് ഭാവിക്ക് എന്തോ പോലെ എങ്ങനെ നമ്മൾ ഇതൊക്കെ പാടെ ചെയ്യാം. ഞങ്ങൾ എവിടെയും പോവാറില്ല. ഞാനും നൗഫലും നമ്മളിങ്ങനെ കയറുമ്പോ വാപ്പായും കൂടും. വാപ്പ കൂടെ കൂടിയിട്ട് ഉള്ളി പൊളിക്കാൻ എന്തെങ്കിലുമൊക്കെ വാപ്പയെ സഹായിക്കും. കാരണം വാപ്പായും ഗൾഫിൽ നിന്ന് ഇതൊക്കെ ചെയ്ത് പരിചയമുള്ള ആളാണ് വാപ്പായി. അല്ലാതെ ആരെയും കൊണ്ട് നമ്മള് പണിയെടുപ്പിച്ചെന്ന് പറയുന്നത്. അപ്പൊ ഇവരെങ്ങനെ അറിയോ ഈ പെണ്ണുങ്ങളെ സ്വഭാവം? ഇവര് ചെയ്തത് നമ്മൾ ചെയ്തായിട്ട് സമ്മതിക്കൂല. ഇവര് ചെയ്തത് എങ്ങനെ പാടി നടക്കും. ഇവര് ചെയ്തത് ഈ ദുനിയാവ് മൊത്തം ഇങ്ങനെ പാടി നടക്കും. ചെണ്ട അടിച്ചിട്ട് ഇങ്ങനെ പാടി നടക്കും. നമ്മള് ചെയ്തളില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്ത ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവർ വേറെ സ്വഭാവമുണ്ട്. എന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇവരാ സംഭവം മരിക്കും വരെ മറക്കില്ല. മക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെ ചങ്കിൽ തൊട്ടിട്ട് നിങ്ങൾ പറയും. സത്യമാണ്, ഈ ഒരു കാര്യം സത്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളാവും. ഈ കാര്യം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങളും കണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ആ ഒരു കാര്യം ഉണ്ടാവണ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നറിയും, ഈ പഴയ കാര്യം എടുത്തിടും. ഇടും. അപ്പൊ എന്താ അതിനൊക്കെ കാര്യങ്ങൾ അത്രത്തോളം പറഞ്ഞിട്ടൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും കാര്യങ്ങളാണ്. അതാ അപ്പൊ ഞാനല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് നമ്മൾ ചെയ്തത് സമ്മതിക്കും. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ പിടിച്ച മുയലിനൊക്കെ 3 കൊമ്പ്. മനസ്സിലായില്ലേ? 4 കൊമ്പല്ല, നമ്മൾ പിടിച്ചതിന് കൊമ്പില്ല. മനസ്സിലല്ലേ? ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കുട്ടീനെ കൊണ്ടുപോയി. പിന്നെ ഈ സംഭവത്തിൽ നിന്ന് ഈ ചാറ്റിൽ നിന്ന് തന്നെ ഉമ്മ ലെഫ്റ്റ് ആയി. എന്താ നിങ്ങൾ പോയോ? അല്ലേ, പറയാനുള്ളതോ പറഞ്ഞല്ലോ. അങ്ങനെയൊന്നുമില്ല. അഭിപ്രായം ആർക്കും പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അല്ല, അങ്ങനെയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ചക്കരെ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് സമ്മതിക്കുക. നമ്മൾ ചെയ്തതൊക്കെ അവിടെയല്ല ഇവിടെയല്ല. അതിപ്പോൾ കാര്യം അടുത്ത കൊതുവിനെ പിടിച്ചു കൈസ്. കാര്യം ഇപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാവും. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും മുന്നേ ഇതല്ല പറഞ്ഞത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സത്യസന്ധമായ കാര്യമാണ്. കാരണം എൻ്റെ അടുത്ത് 2-3 ആൾക്കാർ ഷെയർ ചെയ്ത അനുഭവമാണ്. അതായത് ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തെറ്റാവും വരുന്നത്. ഈ ഒരു സംഭവം ഇവരിങ്ങനെ മനസ്സിലിട്ടിരിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളതവിടെ കളയും. നമ്മളാ സംഭവം അവിടെ റംബുട്ടാൻ ഔഫലൊന്നും വാങ്ങിയതാണ്. 3-4 ദിവസമായി. അതാ ബൈക്കിൽ കിടന്നിട്ട് എന്നാ എടുത്തത്. വെള്ളം നനഞ്ഞു കുറച്ച്, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പ്രശ്നങ്ങളൊക്കെ എല്ലായിടവും സംഭവിക്കും ചക്കരെ. തെറ്റാനെന്നും പറഞ്ഞതല്ല, ഉള്ളതുപോലെ. എന്തേമ്മാ ഉള്ളതുപോലെ പറയണ്ടേ? ഉള്ളതുപോലെ ഓക്കെ. അപ്പോ മനസ്സിലായില്ലേ? ഇനി ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണ്ട കേസ്. വേറെ എന്തോ വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ. എന്റെ കുട്ടി ഉമ്മാനെ കണ്ട് പഠിക്കരുത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പോയി. എന്താണ്? എന്നാ ഈ സാധനം വാങ്ങിയാണ് ഇപ്പൊ ഈ കറിയാണ്. എന്നാ കൊണ്ടേക്കോ പാപ്പു.
എവിടെ തല തല എവിടെ കണ്ണ് കൂക്ക് പല്ല് പാപ്പു അപ്പ എങ്ങനെ പറയാ തല കാത് കണ്ണ് കൂക്ക് പല്ല് പാപ്പു അപ്പ ഇതൊരു തുണ്ടടിയാണ് ഇത്. ആ അപ്പി അത്ര അപ്പീന്ന് പറഞ്ഞത് മമ്മ. അപ്പി അത്ര ഓക്കെ അപ്പോ എന്തായാലും അപ്പിയുടെ അപ്പി വീഡിയോ എടുക്കുമ്പോഴാവും കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ. ആ നിങ്ങള് കൊണ്ടേക്കോ ഫ്രീ ആയിട്ട് തരാം. ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറെ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വന്നതാണ്. വാ നടന്നു വാ നടന്നു വാ നടന്നു വാ 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 ഓടിയാ 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 വാ 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 ഇങ്ങ് വാ ഇങ്ങ് വാ. തൊള്ളേല് പീപ്പിളി പ്ലീ പ്ലീ. എൻ്റെ കുട്ടീൻ്റെ പ്രത്യേകം എന്താ അറിയാം നിങ്ങൾക്ക്? പ്രസവിച്ചപ്പോൾ കരഞ്ഞില്ല. അല്ലേ? പ്രസവിച്ച് പുറത്തെടുത്തപ്പോൾ ഞാൻ ലേബർ റൂമിലുണ്ടായിരുന്നല്ലോ, സ്യൂട്ട് റൂമിലുണ്ടായിരുന്നു. പ്രസവിച്ചെടുത്തപ്പോൾ കുട്ടി കരഞ്ഞില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് കരച്ചില്ല. എന്നാൽ എൻ്റെ കുട്ടിക്ക് അന്ന് കരയായിരുന്നില്ല, അപ്പോൾ കരയായിരുന്നില്ലേ? ഓക്കെ ഞങ്ങളുടെ വില പോവൂലേ? പവർ പോകൂലേ? ഒക്കെ സർപ്രൈസ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പെണ്ണാണെങ്കിൽ കരച്ചിലാണ് കരച്ചിലാണ്. ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഓരോ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ തുടങ്ങി. നീ ചോദിച്ചു അതിനെ കൊണ്ട് ഉള്ളിൽ കയറിക്കോ. നല്ല കൊതുകാണ് ഗൈസ്. അപ്പൊ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.